കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയ നിറഞ്ഞവരെ, മനുഷ്യൻ്റെ അന്ത്യങ്ങളിൽ രണ്ടാമതാണ് വിധി എന്ന് പറയുന്ന അന്ത്യം. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 9-ാം അധ്യായം 27-ാം വാക്യം നമ്മൾ പ്രകാരം വായിക്കും: മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വിധി എന്നുള്ളതിന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ ഔദ്യോഗിക വിശ്വാസ പരിശീലന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ഓരോ മനുഷ്യനും മരണശേഷം ഉടൻ തന്നെ തൻ്റെ വിശ്വാസത്തിനും പ്രവൃത്തികൾക്കും അനുസൃതം ദൈവത്തിൽ നിന്ന് തൻ്റെ അമർത്യമായ ആത്മാവിൽ സ്വീകരിക്കുന്ന പ്രതിഫലമാണ് തനത് വിധി. ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം ഉടൻ തന്നെയോ സ്വർഗ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നിത്യശിക്ഷയിലേക്കുള്ള പ്രവേശനം, ഇതാണ് പ്രതിഫലം. പ്രിയ നിറഞ്ഞവരെ, നാം എല്ലാവരും തന്നെ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഈ കണക്ക് കൊടുക്കേണ്ട ടൈമാണ് വിധി എന്ന് പറയുന്നത്. സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ഈ ഭൂമിയിലെ നമ്മൾ എപ്രകാരം ദൈവത്തെയും അപരനെയും സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്റെ വിധി നീ നിർണയിക്കുന്നത്. ദൈവമാണ് വിധിക്കുന്നതെങ്കിലും നിനക്ക് നിന്റെ വിധിയെ മനസ്സിലാക്കുവാനും നിന്റെ വിധിയെ ഒരു സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനമാക്കി മാറ്റുവാനുള്ള എല്ലാ ടൈമും ഈ ഭൗമിക ജീവിതത്തിൽ ദൈവം നിനക്ക് തരുന്നുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ സമയത്തെ എപ്രകാരം നീ യൂട്ടിലൈസ് ചെയ്യുന്നു, ദൈവത്തെ സ്നേഹിക്കുവാൻ എപ്രകാരം നിന്റെ സമയം നീ മാറ്റിവെക്കുന്നു, സ്വാർത്ഥതയിൽ നിന്നും അകന്നുമാറി അപരനെ സ്നേഹിക്കുവാൻ എന്തുമാത്രം സമയം നീ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നിന്റെ വിധി സ്വർഗമോ നരകമോ എന്ന് നിശ്ചയിക്കുന്നത്. പ്രിയ നിറഞ്ഞവരെ, ദിവികാനീശ്വര മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധ്യാനിക്കാം. ഓരോ ദിനത്തെയും നമ്മുടെ മണിക്കൂറുകളെ ഒന്ന് ധ്യാനിക്കാം. 24 മണിക്കൂർ ഒരു ദിവസം ദൈവം നമുക്കായി നൽകുന്നുണ്ട്. ഈ 24 മണിക്കൂറിൽ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന ടൈം എന്തുമാത്രമുണ്ട് എന്ന് സ്വയം ചിന്തിക്കുക. ദൈവത്തിനും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം സമയം ഞാൻ മാറ്റിവെക്കുന്നു. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം എന്ന് പറയുന്നത് ഞാൻ കർത്താവിന് മുമ്പിൽ ഇരിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുവാനായി ഞാൻ മാറ്റിവെക്കുന്ന സമയമാണ്. കൂദാശയിൽ പങ്കെടുക്കുവാനായിട്ട്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ഞാൻ മാറ്റിവെക്കുന്ന സമയമാണ്. ജപമാല പ്രാർത്ഥന ഞാൻ പങ്കെടുക്കുവാനായി മാറ്റിവെക്കുന്ന സമയമാണ്. അതുപോലെ എൻ്റെ ഓരോ പ്രവർത്തികളും കർത്താവിനെ അനുസ്മരിക്കുന്ന എല്ലാം ഈ കർത്താവിനായി മാറ്റിവെക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അപരനെ സ്നേഹിക്കുവാനായിട്ട് എൻ്റെ കാരുണ്യ പ്രവർത്തികളാകാം. അപരൻ്റെ വിഷമങ്ങളിൽ ഞാൻ എൻ്റെ ഒരു സാന്നിധ്യം അറിയിക്കുന്നത്, സാന്ത്വനപ്പെടുന്ന ഒക്കെ അപരന് വേണ്ടി ഞാൻ അവനെ സ്നേഹിക്കാൻ വേണ്ടി, അവനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന ഓരോ സമയവും അത് സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ഞാൻ ചേർക്കുന്ന സമയമാണ്. സ്വർഗത്തിൽ സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുവാൻ ദൈവം എനിക്കുന്ന സമയമാണ്. മറിച്ച് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഓരോ സമയവും നമ്മുടെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയോ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയോ എൻ്റെ സ്വാർത്ഥപരമായ ലാഭങ്ങൾക്ക് വേണ്ടിയോ ഞാൻ മാറ്റിവെക്കുന്ന ഓരോ സമയവും അത് എൻ്റെ ജീവിതത്തിൽ ശിക്ഷയിലേക്ക്, നിത്യശിക്ഷയിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ സമയമായിട്ട് മാറുന്നു. അപ്പോൾ എന്തുമാത്രം സമയം ദൈവത്തിനും അപരനും വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു, എന്തുമാത്രം സമയം എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു, ഇവ തമ്മിലുള്ള ഡിഫറൻസ്, ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ജീവിതത്തിൽ വിധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ആ വിധിക്ക് പ്രതിഫലമായി സ്വർഗമോ നരകമോ എന്ന് നിശ്ചയിക്കുന്നത്. നമുക്കൊരു നിമിഷം ദിവികാനീശ്വര മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിധിയാളനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ആഴമേറിയ ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. ഈ ഭൂമിയിലെ ഓരോ ടൈമിനും കണക്ക് കൊടുക്കണം ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ. ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് തരണം. അങ്ങേക്ക് വേണ്ടിയും അപരന് വേണ്ടിയും മാറ്റിവെക്കുന്ന ഓരോ സമയവും എൻ്റെ ജീവിതത്തിൽ വിധിക്ക് ശേഷമുള്ള സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന ഓരോ സമയവും അത് സ്വാർത്ഥതയുടെ ടൈമായി മാറുകയും അത് നിത്യശിക്ഷയിലേക്കുള്ള ഒരു യാത്രയാണെന്നുള്ള തിരിച്ചറിവും കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഓ ദിവികാരൻ ഈശോനാഥ, ഈ നവംബർ മാസത്തിൽ വിധി എന്ന ആ അന്ത്യത്തെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ സമയം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ, എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.